വാപ്പാൻ്റെ പേര് വിളിക്കണം എന്നാണ് ഒരു വിഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ വാപ്പാന്നൊപ്പാന്നൊക്കെ വിളിച്ചിരുന്ന നമ്മുടെ മക്കളെ വാപ്പാനെ മുഹമ്മദേന്ന് വിളിപ്പിക്കാൻ ശീലിപ്പിക്കുകയാണ് ഇവർ. ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഒരു വല്യപ്പനെ ചെറിയൊരു പെൺകുട്ടി, വളരെ ചെറിയ പെൺകുട്ടി, കഷ്ടിച്ച് 2 വയസ്സ് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ വാട ശൈത്താനെ എന്ന് വിളിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടു. ഒരു വല്യപ്പനെ യാദൃച്ഛികമായിട്ട് കേട്ടുപോയത്. ഞാൻ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ജാള്യം, വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തെ വിഷമിക്കരുത് കരുതിയിട്ട് ഞാനത് കേൾക്കാത്തതുപോലെ അങ്ങോട്ട് നടന്നുപോയി. 3 വയസ്സുള്ള പെൺകുട്ടിക്ക് എങ്ങനെ വല്യപ്പാനെ ഇവിടെ വാട ശൈത്താനെ എന്ന് വിളിക്കാൻ പറ്റുക? അവിടെ തിരിഞ്ഞ് കളിക്കലടാ മൊയന്തേന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതാണ് വിളിച്ച് കേൾക്കുന്നത്. വാപ്പാനെ നേരെ ടൈറ്റ് പേരോ വിളിക്കണം. ഉമ്മാനെ പറ്റിച്ച് വാപ്പാൻ്റെ കള്ളപ്പുതിയണ്ണിനോട് സോപ്പടിച്ച് നിൽക്കാൻ മോനെ ഉപയോഗപ്പെടുത്തുക. കള്ളപ്പുതിയണ്ണിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ സ്വന്തം മോനെ കൊണ്ടുപോവുക. അവൻ സെലക്ട് ചെയ്ത കേക്ക് മേടിക്കുക. ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താ? നമ്മൾ ഉറക്കാലോചിക്കണ്ടേ? അതിൻ്റെ മതപരമായ വിഷയം മാറ്റി വെക്കൂ. സാമൂഹികമായി നമുക്കൊരു ജീവിതമല്ലേ, സാമൂഹികമായൊരു ജീവിതമല്ലേ, ആരോഗ്യം സംരക്ഷിക്കേണ്ടതല്ലേ, ജോലി പ്രധാനമല്ലേ, സമ്പത്ത് ആവശ്യമല്ലേ? എല്ലാവരും ഇതിൽ കൂടിയാൽ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഇതിലായാൽ, സദാസമയം ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് വരെ ബസ് എത്തി കിട്ടാൻ 2.25 മണിക്കൂർ എടുക്കും. പലപ്പോഴും ആ ബസ്സിൽ കയറുന്നയാളാണ് ഞാൻ. തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിട്ടൊക്കെ കോഴിക്കോട് എത്തോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണും, സങ്കടം തോന്നും. അവിടെ എത്തോളം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാലും ഇതൊരു ഫിനിഷിലേക്ക് എത്തലില്ല. അങ്ങനത്തെ ചില ഗെയിമുകളുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സ്വയം തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഫിനിഷിലെത്തൂല. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലക്ഷ്യമല്ല, പൊട്ടിച്ചുകൊണ്ടിരിക്കണ്. അപ്പോൾ ഒന്നിച്ച് വീണ് ബൂം എന്ന് പറഞ്ഞ് വീണ്, പിന്നെ ക്രാക്ക് എന്ന് പറഞ്ഞ് ഒന്നിച്ച് വീണ്, ഇങ്ങനെ മൊത്തം പൊട്ടിച്ചാടിയാലും അതൊരു എൻഡിലേക്ക് എത്തൂല. കാര്യം അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലക്ഷ്യമല്ലാതെ ഇങ്ങനെ സമയം കളയുന്നത് നമുക്ക് എന്തൊരു പുരോഗതിയാണ് ഉണ്ടാക്കുക. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് കാരണം 1700 ചില്ലാനം കുട്ടികൾ മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ പോലും ഒരു കുട്ടി ബ്ലൂ വെയിൽ കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്.